വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പൾസർ 220F ആയിട്ടാണ്. ലുക്സിൽ നോക്കുമ്പോൾ ആകെ ഒരു വ്യത്യാസം തോന്നുന്നത് വെച്ചാൽ ഈ കാണുന്ന എഞ്ചിൻ ഗാർഡ് വരുന്നുണ്ട്, പിന്നെ എക്സോസ്റ്റ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് ഒരു അലുമിനിയം ഷെയ്ഡിലാണ് വന്നുകൊണ്ടിരുന്നത്, ഇന്നിപ്പോൾ ഇതൊരു മാറ്റ് ബ്ലാക്ക് ആയി മാറിയിട്ടുണ്ട്. വീൽസിലേക്ക് വരുമ്പോൾ ഫ്രണ്ടും ബാക്കും 17 ഇഞ്ചാണ് വരുന്നത്. അഗൈൻ ഓയിൽ കൂൾഡ് തന്നെയാണ്, അതിലൊന്നും മാറ്റം വരുന്നില്ല. എഞ്ചിൻ സ്പെക്സ് വരുമ്പോൾ 220cc തന്നെ, 20 bhp, ഓൾമോസ്റ്റ് 18.5 ന്യൂട്ടൺ മീറ്റേഴ്സ് ആണ്. സീറ്റ് ഹൈറ്റിലോട്ട് പറയുമ്പോൾ ഓൾമോസ്റ്റ് 795 mm ആണ് വരുന്നത്. അത് ഇന്നത്തെ വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും തന്നെയല്ല എന്നുള്ളത് എടുത്ത് തന്നെ പറയണം. ഷോർട്ട് റൈഡേഴ്സിനാണെന്നുണ്ടെങ്കിലും സുഖമായിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പഴയ 2007 ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ സീറ്റ്സ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 160 kilograms ആണ്. നമ്മുടെ ഇന്നത്തെ വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് തന്നെയാണെന്ന് പറയാം. വണ്ടി വിസിബിലിറ്റിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പൾസറിന് വരുന്നത് KTM ഇൻസ്പയർഡ് LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതെന്തായാലും നന്നായിട്ടുണ്ട്. കാരണം എനിക്ക് പണ്ടും ബജാജിന്റെ ഇൻഡിക്കേറ്റർ ഭയങ്കര ബൾക്കി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ലുക്സ് കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ആയിട്ടുണ്ട്. അതിപ്പോൾ ഫ്രണ്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും. പിന്നെ ഇതൊരു 220cc വണ്ടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഈ വണ്ടിക്ക് മര്യാദയ്ക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 40 km വരെയൊക്കെ നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. ഈ വണ്ടിയിൽ ഒരു USB-A ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷനും കോൾ ആൻഡ് മെസ്സേജ് നോട്ടിഫിക്കേഷനും അവൈലബിൾ ആണ്. എന്നെ സംബന്ധിച്ച് അത് ധാരാളമാണ്. നിങ്ങളൊരു ബ്ലൂടൂത്ത് ഇന്റർകോം ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടിക്കകത്ത് ബ്ലൂടൂത്ത് ഫീച്ചർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ KTM 390 അഡ്വഞ്ചറിൽ ബ്ലൂടൂത്ത് ഉണ്ട്. ഞാൻ ഇന്നേ വരെ അത് യൂസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഇന്റർകോം ആയിട്ട് യൂസ് ടു ആയി. 2025 പൾസർ 200Fന്റെ എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 128,000 to 130,000 ആണ്. ഞാൻ പറഞ്ഞില്ലേ, റിഫൈൻമെൻറ്റ് ഒരു രക്ഷയില്ല. ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ സിംഗിൾ ചാനൽ ABS മാത്രമാണ് വരുന്നത്. അതെനിക്കൊരു കുഴപ്പമായിട്ട് തോന്നിയില്ല. നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൈ കൊടുത്ത് പോകുമ്പോൾ ആ പഴയ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ആ എയർ ഇൻടേക്കിൻ്റെ സൗണ്ട് വരുന്നത് പൾസർ 220 ഓടിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശം എന്നുള്ളത്. എഫേർട്ട്ലെസ് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് കേട്ടോ സിറ്റിക്കകത്ത്. ഞാനിപ്പോൾ യൂട്ടേൺ എടുക്കുമ്പോൾ ക്യാമറ ഓഫായിരുന്നു. അങ്ങനെ നിർത്തി തിരിക്കാനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ തോന്നിയിട്ടില്ല. വണ്ടിയുടെ മിറേഴ്സ് ആണെങ്കിലും അത്യാവശ്യം പ്രാക്ടിക്കൽ തന്നെയാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്നുണ്ട്. മിറേഴ്സിൽ വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിക്കുള്ള വൈബ്രേഷൻ ഉണ്ട്. RPM ഒരു 5,000 6,000 ഒക്കെ കയറുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് സിറ്റി ക്രൂസിങ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ലോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഫ്യൂൽ എക്കോണമിയിൽ പോകുന്നൊരു വണ്ടി തന്നെയാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാനിത് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് എടുത്ത് മാറ്റിയിട്ട് ഒരു വൈഡ് ഹാൻഡിൽ ബാർ കയറ്റുമായിരിക്കും. കാരണം എനിക്ക് പേഴ്സണലി ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് വലിയ താല്പര്യമില്ല. അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ടൂറിംഗ് ഒക്കെ പോകുന്ന നേരത്തെ ഒരു വൈഡ് ഹാൻഡിൽ ബാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്രൈറ്റ് ആയിരുന്ന് കംഫർട്ടബിളി നമുക്ക് യാത്ര ചെയ്ത് പോകാം. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 15 liters ആണ്. 15 liters അറൗണ്ട് 40 km മൈലേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫുൾ ടാങ്ക് റേഞ്ച് ഓൾമോസ്റ്റ് 500-600 km ആണ്. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഇതിനകത്ത് കവർ ചെയ്യാം. പിന്നെ ഇത് ഓയിൽ കൂൾഡാണ് വരുന്നത്. മെയിൻ്റനൻസ് ആണെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് തന്നെ വരത്തുള്ളൂ. ജനറൽ സർവീസ് തന്നെ നിങ്ങൾക്ക് നിയർലി 3,000 rupees താഴെ നിൽക്കും. വണ്ടി എടുത്താൽ മാത്രം പോരല്ലോ, വണ്ടിയുടെ മെയിൻ്റനൻസ് കൂടി നമ്മൾ നോക്കണ്ടേ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പൾസർ 220F. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ വണ്ടി ഇപ്പോഴും ബജാജ് ഇറക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കരിസ്മയൊക്കെ റീസ്റ്റോർ ചെയ്യുന്ന ആൾക്കാരെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതാണ്, പാർട്സ് കിട്ടാനില്ല. ഈ വണ്ടിക്ക് ഇപ്പോഴും കമ്പനി ഇറക്കുന്നത് കൊണ്ട് ഓബ്വിയസ്ലി പാർട്സൊക്കെ ഈസിലി അവൈലബിൾ ആണ്. 2008-9 ലാസ്റ്റ് ഞാനൊരു പൾസർ 220 ഓടിക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ റിഫൈൻമെൻറ്റ് ഒരു രക്ഷയില്ല. പഴം പോലെ വണ്ടി പോകുന്നത്. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു 3,000-4,000 RPM ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വൈബ്രേഷൻ അവിടെ നിന്നൊക്കെ വരും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു തരി വൈബ്രേഷൻ വണ്ടിക്കില്ല. പിന്നെ ബജാജ് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം 220Fന്റെ ഡിസൈൻ ഇതുവരെയായിട്ട് അങ്ങനെ ഒന്നും ഒരു മാറ്റം വന്നിട്ടില്ല. OG ബജാജ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ വണ്ടി ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ 220Fന് നമ്മുടെ പഴയ 200 വെച്ച് നോക്കുമ്പോൾ അതിന് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ് വരുന്നത്. അപ്പോൾ കുറേ കൂടി ആ ഒരു അഗ്രസീവ് നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അന്നത് അത്ര അഗ്രസീവ് അല്ല. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറായി വണ്ടി സിറ്റിക്കകത്ത് ഓടിച്ചിറക്കണം. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ വേദനയായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. R15 ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കൊരു അഗ്രസീവ് നേച്ചറൊന്നുമല്ല വണ്ടിയുടെ പോസ്റ്റർ. പണ്ടൊക്കെ എനിക്ക് ഈ പൾസർ 220 ഓടിക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് ഫീൽ ചെയ്യുമായിരുന്നു. ഇന്ന് ഭയങ്കര ലൈറ്റ് ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അത് സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ അഗൈൻ സീറ്റ്സ് ഞാൻ പറഞ്ഞു, സീറ്റ്സ് ഒരു രക്ഷയില്ല, ഭയങ്കര കംഫർട്ടബിളാണ്. മറ്റേതെനിക്ക് ഓർമ്മയുണ്ട് പൾസർ 200-220 സീറ്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് ഫീലായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സീറ്റ്സ് അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ സ്പീഡോമീറ്റർ വരുന്നത് ഇൻവേർട്ടഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നമ്മൾ നട്ടപ്പുറ വെയിലത്തൊക്കെ നോക്കാൻ നേരത്തെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. രാത്രി ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. രാത്രി അഗൈൻ അത്ര ബ്രൈറ്റ് ഒന്നും ആയിരിക്കില്ല. പക്ഷേ പകൽ പോകാൻ നേരത്ത് ഫ്യൂൽ ഗേജ് ആണെന്നുണ്ടെങ്കിലും
ടൈം നോക്കാൻ നേരത്തേക്ക് ആ റിഫ്ലക്ഷൻ ഭയങ്കരമായിട്ട് നമുക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ലേറ്റസ്റ്റ് ജനറേഷൻ പൾസർ 220F നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു കൊച്ചിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോപ്പുലർ ബജാജിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബജാജിൻ്റെ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ്സ് അറിയിക്കാം. ഇനി ഒരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, റൈഡ് സേഫ്, ബൈ.